അല്ല ഞാൻ പറഞ്ഞ അതല്ല, ഒന്നുകിൽ അവിഹിതം അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ആക്സിഡന്റ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് വേണോ? ആ കളവ് ഇതൊക്കെ നോക്കാം. പിന്നെ ഇതൊന്ന് അപ്ലോഡ് ചെയ്ത ശരി. ആ ഞാൻ വിളിക്കാം. എന്താ ബേബി അതെ പുതിയ ന്യൂസ് എന്താ? ഒരു കുടുംബത്തിലെ 3 ആൾക്കാർ ആത്മഹത്യ ചെയ്തു. കുടുംബത്തിലെ 3 പേര്? ഓ. ആരൊക്കെ? അത് കുട്ടി, അച്ഛൻ, അമ്മ. കുട്ടി കിണർ ചാടിയാണ്, അമ്മ വിഷം കഴിച്ച് മരിച്ചാണ്, അച്ഛൻ തൂങ്ങി മരിച്ചു. കുട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയാണോ? ആ ഒരു 16 വയസ്സായിട്ടുണ്ട്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടി. പെൺകുട്ടി, അച്ഛൻ, അമ്മ. അച്ഛൻ, അമ്മ. എങ്ങനെ ഇപ്പൊ ന്യൂസ് എന്താ ബേബി തയ്യാറാക്കിക്കുന്ന എങ്ങനെയാണ് കാര്യം? കടബാധ്യത. എന്റെ കടബാധ്യത. എന്റെ ബേബി നിങ്ങളടുത്ത് എത്ര പ്രാവശ്യം ഞാനിത് പറഞ്ഞു തന്നു? ഇത് പച്ച സത്യമാണ്. നമ്മൾ പച്ച സത്യമായിട്ട് പറയണ ആൾക്കാരില്ല. എന്നാൽ ഇത് ആൾക്കാർ എടുക്കുള്ളൂ. ഇത് ആൾക്കാർ വായിക്കണം. നമ്മൾ ന്യൂസ് വായിക്കണ്ടേ? അതിന് ഇങ്ങനെ കൊടുത്ത കടബാധ്യതയും ഉണ്ടോന്നൊക്കെ പറഞ്ഞു ഇവിടെ. ബേബിക്ക് കടബാധ്യത ഇല്ലേ? ബേബി തൂങ്ങി ചത്തോ? റാണിക്ക് കടബാധ്യത ഇല്ലേ? റാണി കിണറ്റ് ചാടിയോ? എനിക്കെന്റെ കടബാധ്യത. ഞാൻ വിഷം കഴിച്ചോ? ഇല്ലല്ലോ. ഇവിടെ സർക്കാരിനുണ്ട് കടം. എന്നിട്ട് സർക്കാർ ആത്മഹത്യ ചെയ്തോ? ഇല്ലല്ലോ. ബേബി അതുകൊണ്ട് നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് ആൾക്കാരിലേക്ക് ഒരു പഞ്ച് സാധനം കൊടുക്കണം. അച്ഛനമ്മ മതി നമ്മളെ സംഗതി. അതായത് മകളുടെ പ്രണയം അറിഞ്ഞ അമ്മ ആത്മഹത്യ ചെയ്യുന്നു. അവിടെ ട്വിസ്റ്റ്. ഈ മകളുടെ കാമുകനും അമ്മയുമായിട്ട് അവിഹിതമുണ്ട്. അത് തിരിച്ചറിഞ്ഞ അച്ഛൻ എന്ത് ചെയ്തു? മകളെ എടുത്ത് കിണറ്റിലിട്ട് കൊന്നു. ഇതിലെല്ലാം മനം തന്ന അച്ഛൻ തൂങ്ങി മരിച്ചു. സംഗതി പൊളിക്കും. ഇതൊന്നും ഇതിനു മുമ്പ് വരാത്ത സ്ക്രിപ്റ്റാണ് മോളെ. അപ്പൊ വാർത്ത അങ്ങനെ കൊടുത്തോ? അല്ല സാർ, അങ്ങനെ ഉറപ്പിച്ച് ചെയ്താൻ പറ്റുമോ? ഉറപ്പിക്കേണ്ട, അവസാനം ഒരു വരി ചേർത്താ പോര്. ഇങ്ങനെയാണ് നാട്ടിൽ പൊതുവെ നാട്ടുകാരുടെ സംസാരം. അപ്പൊ നമ്മള് സേഫ് ആയില്ലേ? എന്താണ് ബേബി ഇത്? കുറെ നാളായില്ലേ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? പച്ച സത്യം എങ്ങനെ പറയണത് ഇനിയും പഠിച്ചില്ല എന്ന് കഴിഞ്ഞാൽ താൻ എന്തിനാണ് തനിക്ക് ശമ്പളം ഞാൻ തരുന്നത്? എന്ത് പറഞ്ഞാലും ഒരു ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, അവസാനം ശമ്പളം വാങ്ങിയ സമയത്ത് കരയേണ്ടി വരും ഇങ്ങനെ ന്യൂസ് കൊടുക്കാൻ നിന്ന. പിന്നെ ഒന്ന് മോളെ കഴിച്ചിലാക്കണം. ഞാനിട്ട ബടിയായി കഴിഞ്ഞാൽ അയാൾ സ്റ്റോറി കിട്ടും, ശ്രദ്ധിക്കണേ. ഇതാണോ നിന്റെ പച്ചസത്യത്തിന്റെ ഓഫീസ്? ഇതാ പച്ചസത്യം. നല്ല ഓഫീസല്ലേ? എന്നെ കണ്ടിട്ടുണ്ടോ? അത് നമ്മളെവിടെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയാണ് കണ്ടത്? നമ്മളെ അന്നത്തെ പ്രേതമുള്ള വീട്ടിലെ. എന്റെ വീട്ടിൽ പ്രേതം എന്നോട് ആരാണ് പറഞ്ഞു? അല്ല പ്രേതം ഇല്ലേ? നീ വീട്ടിൽ വന്ന സമയത്ത് നിന്നോട് എന്താണ് ഞാൻ പറഞ്ഞു? പുറത്ത് എന്റെ ഭാര്യ തോന്നിട്ടിരിക്കുന്ന ഒരു വെള്ള തുണിയാണെന്നല്ലേ പറഞ്ഞു? അതിന് നീ വെള്ള സാരി കൊടുത്ത് യക്ഷിയാക്കി മാറ്റോടാ നീ? യക്ഷിയാണല്ലോ വെള്ള സാരി അല്ലേ? യക്ഷിയാണ് വെള്ള സാരി കൊടുക്കാറ്. ബാത്റൂം ആരാ പ്രേതത്തിനെ കണ്ടിരി? എന്നെ ഞാൻ കണ്ടത് ഞാൻ പഠിച്ചു പോയതല്ലേ? നിനക്ക് കാശ് മണ്ണുണ്ടാക്കാൻ വേണ്ടി പാവങ്ങളെ ഓരോരുത്തരും നുണ പറഞ്ഞ് എഴുതി പിടിപ്പിക്കാനാണ് എന്റെ പണി. അതാണ് എന്റെ പണി. കച്ചവടം ചെയ്യുന്ന വീടായിരുന്നു അത്. പ്രേതാലയം പറഞ്ഞിട്ട് അവർ കച്ചവടം ഒഴിവാക്കി പോയാ പ്രേതം ഉണ്ടാവുമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് മേലാൽ ഇമാതിരി പണി നീ ചെയ്ത നിസ്സാര കാര്യമല്ലേ? നമുക്ക് തിരുത്താം. നമുക്കിത് തിരുത്താമല്ലോ. ഇത് തിരുത്തിയതോ? പിന്നെ ഇത് ഇന്ന് തന്നെ കൊടുക്കും. ഇത് എന്താ അറിയാമോ? ഇത് പുതിയ സ്റ്റാഫാണ്. ആ കുട്ടിക്ക് കുറച്ച് സാഹിത്യം കൂടുതലുണ്ടോ, അത് എഴുതി വന്നപ്പോ അങ്ങനെ ആയിപ്പോയതാ. ഒന്നും ചെയ്യണ്ട. ഇന്ന് തന്നെ തിരുത്തി വാർത്ത കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനിവിടെ ജോലിക്കിരുത്തോടെ പറഞ്ഞു വിട്ടോളാം ഞാൻ. അത് മനസ്സിലായോ? ഇനി മേലെ ഇല്ലാത്ത വല്ലത് എഴുതി പിടിപ്പിച്ച് പാവങ്ങളെ ബുദ്ധിമുട്ടിച്ചാ ചേട്ടനും കൂടെ വഴക്കുറണ്ട. കരയോ കുട്ടി? സത്യത്തിൽ എന്താ പ്രശ്നം? നീ പരിഹരിക്കോടാ. ചേട്ടാ ഒന്നുമില്ല. ഇന്നത്തോടെ നിർത്തിക്കോളെ. ഇത് ഇനി മേലെ ഇല്ലാത്ത ന്യൂസ് ഞാനും ഇല്ല എഴുതി വിട്ടിട്ട് പാവങ്ങളെ പറ്റിച്ചാണല്ലോ. വരില്ല. പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഞാനല്ലേ പറയാം, ഞാൻ വാക്കറിയില്ലേ. തോന്നിയാസം കാണിക്കുന്നു. ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. എല്ലാം നമ്മൾ ഞങ്ങൾ ഉപദ്രവിക്കും. ഇതൊക്കെ ചിമ്മ തമാശ. ഇതുപോലെ എന്തോരം ഓലപ്പാമ്പ് ഞാൻ കണ്ടേക്കുന്നത്. ഇതിന് മുമ്പൊക്കെ വന്ന് കിട്ടിയിട്ടുള്ള വെച്ചിട്ട് ഇത് ഒന്നുമില്ല. അവർ വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടത്. ഓലപ്പാമ്പ് ഒരു ഒറിജിനൽ പാമ്പിനായിട്ട് അയാൾ വരും. ഒന്നുമില്ല. കാണുമ്പോൾ പേടിച്ചോ? സാറെന്താ എന്റെ തലക്കിട്ടെ? അയാളിപ്പോ എന്നെ കൊന്നേനെ. ഒന്നും ചെയ്യൂല.
പിന്നെ റാണി, നമ്മള് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നമുക്ക് വ്യക്തിയല്ല പ്രാധാന്യം, ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഒന്നുമില്ല, സിമ്പിള്. അല്ല സാറേ, കടം വന്ന ആത്മഹത്യ ചെയ്ത് അവിഹിതമാക്കണോ? ബേബേ, അത് അവിഹിതം തന്നെ ആക്കണം. അല്ല സാറേ, ഇതുപോലെ വന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യൂ? താളിത്തിരി പൊട്ടനാണ് ഇടോ. ആ കുടുംബത്തിലെ അച്ഛൻ, അമ്മ, മകൾ 3 പേരും മരിച്ചില്ലേ? പിന്നെ ആര് ചോദിക്കാൻ വരാൻ? അത് അവിഹിതം തന്നെ ഫിക്സ്.